ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെത്തുമാങ്ങ അച്ചാറാണ്. വളരെ ടേസ്റ്റിയും ഒത്തിരി നാൾ തന്നെ കേടുകൂടാതെ ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം. ചെത്തുമാങ്ങ അച്ചാറിടാൻ വേണ്ടി ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അര കിലോ ഉള്ള 3 മാങ്ങ. 3 മാങ്ങയും കൂടെ 1 കിലോ ഉണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ്. പാത്രവും കഴുകി വൃത്തിയാക്കി തുടച്ചതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, കഴുകി തുടച്ചതാണ്. ഇതിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇതിനു വേണ്ടി നമ്മളിനി ഇത് ഓരോ മാങ്ങ എടുത്തൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഓരോ മാങ്ങ എടുത്ത് ചായച്ച് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കണം. അങ്ങനെ കട്ടി കുറഞ്ഞ ഓരോ പീസുകളായിട്ടാണ് നമ്മളിവിടെ ചെത്തിയെടുക്കുന്നത്. ഇങ്ങനെ ചായച്ചാണ് നമ്മളിത് ചെത്തിയെടുക്കുന്നത്. ഓരോ പീസും കനം കുറച്ച് ചായച്ച് ചെത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മാങ്ങയും നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം. ഇപ്പം ഞാൻ ആ മാങ്ങയെല്ലാം ഇങ്ങനെ ചായച്ച് മുറിച്ച് ചരിച്ചിങ്ങനെ ചെത്തിയ പോലെ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെത്തിയ പരുവത്തിലാക്കി എല്ലാ മാങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് എടുക്കണം. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂട്ടി എടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം ഉപ്പാണ് എടുത്തിരിക്കുന്നത്, കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചട്ടിപ്പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഗ്ലാസ് പാത്രത്തിലാണ് ചെയ്യുന്നത്. ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം ഞാനത് എല്ലാം ഗ്ലാസ് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വെള്ളം പാടില്ല. എല്ലാ പാത്രങ്ങളും സ്പൂണും എല്ലാം കഴുകി തുടച്ച് ഉണക്കി, മാങ്ങായി നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കി മാത്രമേ എടുക്കാവുള്ളൂ. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒന്നിലും ഉപയോഗിക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ ഒന്നും പാടില്ല. അങ്ങനെ മാങ്ങ ചേർത്ത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. ഇപ്പം ഞാനൊരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നത്. ഇനി നാളെ രാവിലെ നമുക്ക് എടുക്കാം. ഒരു പകൽ മുഴുവൻ അല്ല, ഒരു രാത്രി മുഴുവൻ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നാളെ നമുക്കിത് നോക്കാം. ഇപ്പോൾ ഈ ചെത്തിമാങ്ങയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പിരിയമുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1 കിലോ മാങ്ങയേ ഉള്ളൂ. മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നല്ല പുളി ഉണ്ടാകും. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ കടുക് എടുത്തിട്ടുണ്ട്. ഈ കടുക് ഉലുവയും നമ്മൾ കൂടുതലാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിയല്ലോ. കൂടുതൽ പൊടിച്ച് വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് കട്ടക്കായോ എടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കടുക് മാറ്റാം. ഈ കടുകും ഉലുവയുടെയൊക്കെ പൊടി ചേർക്കുന്നത് ഇതിനൊരു നല്ലൊരു ടേസ്റ്റാണ്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് കടുക് ഇട്ട് കൊടുത്തത്. കടുക് ഇപ്പം ഇവിടെ വേന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്.
കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ ഇതുപോലെ കടുക് പൊട്ടുന്ന കണക്ക് പൊട്ടുന്ന ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉലുവയും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ള പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് പൊട്ടി വരും. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 7 സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കായം അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായം നന്നായിട്ട് മുരിച്ചതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ കായമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കായം എടുത്ത് മാറ്റാം. നമുക്ക് ഈ മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. മാങ്ങ നമ്മൾ ഇന്നലെ രാവിലെ ഉപ്പിട്ട് വെച്ചതാണ്. എന്താണ് അതിൻ്റെ അവസ്ഥയെന്നൊന്ന് നോക്കാം. ചെത്തി ഇട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മൂവാണ്ടൻ മാങ്ങയാണ്, അതുകൊണ്ട് നല്ല പുളി കാണും. വിനാഗിരി ആവശ്യമുള്ളവർക്ക് വിനാഗിരി ചേർക്കാം. പുളി വേണമെന്ന് തോന്നുന്നെങ്കിൽ വിനാഗിരി ചേർക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് ഉണ്ടോ, മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് മാങ്ങയെല്ലാം കോരി വേറൊരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പുറത്ത് വെച്ചിരുന്നാൽ തന്നെ എത്ര നാൾ ആണെങ്കിലും കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറുമാണിത്. ഇപ്പം ഞാൻ ആ മാങ്ങയെല്ലാം വേറൊരു പാത്രത്തിലേക്ക്, സ്റ്റീൽ പാത്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഈ സ്റ്റീൽ പാത്രമല്ല, ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി ഉണക്കി വെച്ചതാണ്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇപ്പോൾ ഇത്രയും വെള്ളം ഈ മാങ്ങയിൽ നിന്നും മിച്ചം വന്നിരിക്കുകയാണ്. നമുക്കിനി ഈ മാങ്ങയിലേക്ക് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങാ വെള്ളം കുറച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് പിന്നെ എടുത്തു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം കടുകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ പീസ് കായമായിരുന്നു എടുത്ത് വെച്ചിരുന്നത്, അത് നന്നായിട്ട് പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. കായം കൂടിയാലൊരു കയ്പിൻ്റെ ചുവ പോലാകും. ചെറിയ പീസാണ് പൊടിച്ചു കൊണ്ട് വന്നിട്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം പോരെങ്കിൽ ഈ മാങ്ങായിൽ നിന്ന് ഊറി വെള്ളം തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ആ വെള്ളം മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാനിവിടെ കുറച്ച് മാങ്ങയാണ് എടുത്തത്, ഒരു 1/2 കിലോ മാങ്ങയെ എടുത്തിട്ടുള്ളൂ. അത് മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. എത്ര നാൾ തന്നെ പുറത്തിരുന്നാലും ചീത്തയാകാത്ത ഒരു അച്ചാറാണ്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തു വെച്ചിരുന്നത്, അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ആ മാങ്ങാ വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരുന്ന കായം ചൂടാക്കിയ നല്ലെണ്ണ തന്നെയാണ്. അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലേക്ക് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ചൂടാക്കിയ നല്ലെണ്ണ ഉണ്ടായിരുന്നു, അത് വേപ്പിലയൊക്കെ ഇട്ട് നല്ല മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് വളരെ ടേസ്റ്റിയുള്ള അച്ചാറാണ്. എത്ര നാൾ വേണേലും കേടുകൂടാതെ ഇരിക്കും. ഇത് നമുക്ക് ഇനിയൊരു ഗ്ലാസ് ചില്ല് കുപ്പിയിലേക്ക് മാറ്റി ഒരു വാഴയില എടുത്ത് അത് നല്ലെണ്ണയിൽ, ചൂടായ നല്ലെണ്ണയിൽ മുക്കി ഇതിൻ്റെ പുറത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് എത്ര കാലം വേണേലും സൂക്ഷിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെത്തുമാങ്ങ അച്ചാർ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.